ഓക്കെ, ദീപൻ ആൻഡ് മാൻവി, അപ്പോൾ റെഡ് കാർപ്പറ്റ് ഷോയിൽ നിങ്ങൾ വന്നിട്ട് അടിച്ചു പൊളിച്ച് നമ്മളിങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദീപൻ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ മീറ്റ് ചെയ്തു, കുറെ പാട്ട് ഡാൻസ് എല്ലാം ചെയ്തു, എങ്ങനെയുണ്ടായിരുന്നു? വളരെ സന്തോഷം. ഒരുപാട് ഫൺ ആൻഡ് ലാഫ്റ്റർ മൊമെന്റ്സ് റെഡ് കാർപ്പറ്റിൽ. മാത്രമല്ല നമ്മൾ ഒരുപാട് നല്ല നമ്മുടെ ബോണ്ടിങ് എല്ലാവർക്കും അറിയാം, നമ്മുടെ സുഹൃത്തുക്കൾ. അത് എപ്പോഴും ഇപ്പോൾ ഷൂട്ടില്ലാന്നുണ്ടെങ്കിലും സോസിയ വീട്ടിൽ വന്നു. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ അമൃത TV റെഡ് കാർപ്പറ്റിൽ ഈ റെഡ് കാർപ്പറ്റ് ഒരുക്കി തന്നതിന് ശരിക്കും അത് ഭയങ്കര സന്തോഷം. നോർമലി ദീപൻ എങ്ങനെയാണ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സൗഹൃദം എന്ന് പറഞ്ഞ ജീവിതത്തിൽ എത്രത്തോളം വാല്യൂബിൾ ആണ്? ഓഫ് കോഴ്സ് സോസിയയ്ക്ക് നന്നായിട്ട് അറിയാം. സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ വളരെ ചൂസിയാണ് സുഹൃത്തുക്കളെ, കാരണം എല്ലാവരോടും പെട്ടെന്ന് ഞാൻ ക്ലോസ് ആവത്തില്ല. പക്ഷേ നമുക്ക് വൈബ് സെറ്റ് ആവുന്ന ആൾക്കാരുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. പിന്നെ അവരെ ഉടുമ്പ് പിടിക്കുന്ന പോലെ ഞാൻ പിടിച്ചു. വിടൂന്ന് പറഞ്ഞാലും ദീപൻ വിടൂല. മാൻവിയുടെ എങ്ങനെയാണ് സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞ ലിസ്റ്റ് ഓഫ് കൂട്ടുകാരുണ്ട്? കോളേജ്, നാട്, വീട്, ലൊക്കേഷൻ, അങ്ങനെ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് പഠിക്കുന്ന. ഞാൻ നിങ്ങളോട് പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ചടപടേന്ന് ആൻസർ പറയണം. അതിനു മുമ്പ് അതിനു മുമ്പ് വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരു ഡാൻസ് കാണാന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ എന്തും ചെയ്യും. നിങ്ങൾ എന്തും ചെയ്തോളൂ, അത് കാണാൻ നമ്മുടെ പ്രേക്ഷകരുണ്ട്. അപ്പൊ പാട്ട് വെക്കട്ടെ. അപ്പൊ ഇവർക്ക് വേണ്ട ഒരു പെട്ടെന്ന് എനിക്ക് വേണ്ടി മനോഹരമായ നൃത്തം സമ്മാനിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. അടിപൊളി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.